ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര എവിടേക്കാന്ന് വെച്ചോ, ചാവക്കാടുള്ള ഫാം വില്ലയിലേക്കാണ്. ഫാം വില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫാം വില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ കുറെ പെറ്റ്സിന്റെ ഒരു ഒരു ലോകം തന്നെയാണ്. ഒരുപാട് പെറ്റ്സ് ഉണ്ട് കേട്ടോ അവിടെ. വെച്ചാൽ അതാണ് നമ്മൾ ആദ്യം തന്നെ ഫാം വില്ലയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ഒട്ടകമാണ് നമ്മളെ ഇങ്ങനെ വരവേൽക്കുക. അപ്പോൾ ഒട്ടകത്തിനൊക്കെ നമ്മൾ തീറ്റയൊക്കെ കൊടുക്കാൻ പറ്റും. അതിൻ്റെ എന്തോ ഇലയൊക്കെ തരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒട്ടകത്തിനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് കുതിരകളാണ്. ആ കുതിരകൾക്കും നമുക്ക് കൊടുക്കാനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കൊടുത്തിട്ട് അവരതിനൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് തൊട്ടിട്ട് തൊടൊക്കെ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അപ്പം ഞാനും പോയപ്പോൾ തന്നെ കുറച്ച് പുല്ലൊക്കെ എടുത്തിട്ട്, പുല്ലൊക്കെ അവർ തരും കേട്ടോ. അവിടെ നിന്ന് തരുന്ന ആ ഫുഡ് ഐറ്റംസ് തന്നെ അത് നമ്മളൊരു കുതിരയ്ക്ക് കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക്. അടുത്തത് നമ്മൾ നേരെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ ഇതുപോലെ തന്നെ ഈ കുതിരയുടെ ഒക്കെ ഇനത്തിൽ വരുന്ന വേറെ ഐറ്റംസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു നമ്മുടെ നാട്ടിലെ പശുവിൻ്റെ പോലെ പക്ഷെ വേറെന്തോ പേരൊക്കെയുള്ള ഒരു മൃഗം. പിന്നെ അവിടുന്ന് വേറെ ഒരു മായിക ലോകം തന്നെയാണ്, പലതരം പെറ്റ്സിൻ്റെ. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ബ്ലാക്ക് സ്വാൻ ആണ് ഇത്ര. ബ്ലാക്ക് സ്വാൻ ഒരു നദിയുടെ ഒരു കുളത്തിന്റെ അരികിൽ നിൽക്കുന്ന ബ്ലാക്ക് സ്വാൻ. പിന്നെ താറാവുകളുടെ ഇങ്ങനെ വെറൈറ്റി ഇനങ്ങള്. പക്ഷെ നമുക്ക് കാണുമ്പോൾ താറാവ്, പക്ഷെ അവിടെ വേറെ വെറൈറ്റി ആയിട്ടുള്ള എന്താണ് ആ ഇനങ്ങളുടെ പേരടക്കം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ഈ താറാവ്, അതിൻ്റെ ആ ഒരു ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. താറാവിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആടിനാണ് കേട്ടോ. ആടിലും അതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പേരിൽ ഇങ്ങനെ അറിയപ്പെടുന്ന ആടുകളുണ്ട്. നമ്മൾ ആദ്യം കണ്ടതിന് എന്താ സിങ് ഗോട്ട് എന്നാണ് അതിന്റെ പേര്. അതുപോലെ ഇതും കാണാൻ എന്ത് രസമല്ലേ, കൊമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട്. ഈ ചങ്ങായിനെ ആദ്യം തന്നെ കണ്ടപ്പോഴേ ഒരു ട്രോൾ വീഡിയോ ഉണ്ടായിരുന്നില്ലേ നമ്മുടെ അശോകന്റെ അഴകി എന്ന് പറഞ്ഞിട്ട്, അത് ഓർമ്മ വന്നു കേട്ടോ. പിന്നെ മൂപ്പരെ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് ഭീകര രൂപമൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ആള് പാവാ. എന്താ നമ്മളിങ്ങനെ തീറ്റയൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെച്ചാലും നമ്മളതിനെ വേദനിപ്പിക്കാതെ അതിങ്ങനെ എടുത്ത് കഴിച്ചോളൂ. പിന്നെ നല്ല എന്താ പറയാ കളർ കോഴി, കളറും ഇങ്ങനെ. ഇത് ശരിക്കുള്ള കളറാണോ അതോ മുക്കിയ കളറാണോ? അറിയില്ല. ഇതെന്താ ഇത് ഗിനിപ്പന്തിയോ അങ്ങനെ എന്തോ ഐറ്റത്തിൽ വിടുന്ന സാധനം തോന്നുന്നു കേട്ടോ. പേരെഴുതി വെച്ചിട്ടുണ്ടോ നോക്കിട്ടോ. എന്തോ ആണത്. പിന്നെ മുയലിന്റെ വ്യത്യസ്തമായിട്ടുള്ള കുറെ എന്താ പറയാ ഭയങ്കര രസമായിട്ടുള്ള കുറെ വെറൈറ്റി ആയിട്ടുള്ള മുയലുകള് ഉണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ. കുറെയൊക്കെ ക്ഷീണിച്ച് കിടക്കുക, കുറെയൊക്കെ ഉറങ്ങുന്നുണ്ട്, കുറേ ഇങ്ങനെ കിതയ്ക്കുന്നുണ്ട്. സൗത്ത് അമേരിക്കയിൽ ഉള്ള അവിടെ നിന്നുള്ള ഒരു ജീവിയാണ് ഇത്. കോയിപ്പൂ എന്നാണ് അതിന്റെ പേര്. ഇത് ജലത്തിലൊക്കെ ജീവിക്കുന്ന സാധനം അത്ര. ഇത് സസ്യബുക്കാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ബംഗാൾ കാറ്റിനെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാട്ടോ ഒരു ചേച്ചി ഒരു പൂച്ചേനെ കൊടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് തന്നു അത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമൊക്കെ തോന്നിട്ടാ. ഇത് ഭയങ്കര രസമാണ് അവിടുത്തെ ഇങ്ങനെ ആ പെറ്റ്സിനൊക്കെ എടുത്ത് നമുക്ക് എടുത്ത് താലോലിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവം അല്ലേ. അർജന്റീന വംശജനായ റെഡ് ടേഗു. ഈ സംഭവത്തിൽ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഈ പാമ്പിന്റെ തല ഇങ്ങനെ കഴുത്തിൽ കൂടെ ഇടണമെന്ന്. പക്ഷെ ഭയങ്കര പേടിയായിരുന്നു, ഇങ്ങനെ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അവിടെ പോയി നോക്കുമ്പോ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെ കഴുത്തിലൊക്കെ ഇടുന്നത് കാണുമ്പോൾ നമുക്കും ധൈര്യം വരും. അടാ ധൈര്യമായിട്ട് ഈ പിഷാരടി അഭിനയിച്ചൊരു സിനിമയില്ലേ, അതിലിങ്ങനെ ഈ പഞ്ചവർണ്ണക്കിളിണ്ട്. അതിനെ കണ്ടപ്പോൾ മുതൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഇതിനൊന്ന് ഇങ്ങനെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ. അപ്പോ പക്ഷെ അത് പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ, അതിന്റെ കൂർത്ത ഈ കൊക്ക് കാണുമ്പോ. പക്ഷെ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ നിന്നു. അപ്പൊ എന്തായാലും ഭയങ്കര ഒരു യാത്രയായിരുന്നു അത്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഈ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും ഈ സ്ഥലം. അപ്പോൾ നമ്മുടെ ചാവക്കാടാണത്, ഫാം വില്ല. ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.